അല്ല, എന്താ പരിപാടിയാ? ഓ, ഞാനേ തേങ്ങ വല്ലതും കിടപ്പുണ്ടോ നോക്കുമായിരുന്നടാ. ഇട മണ്ട, ഇത് ഓമയാടാ. ഓമയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ തേങ്ങ ഉണ്ടാകുന്നു. ഓ, അപ്പൊ അങ്ങനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഒന്നിനെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല. ആ, അതും ശരിയാ. ഇപ്പൊ യുഗമല്ലേ, പലതും നടക്കും. അല്ലടാ, നിന്റെ അമ്മാവൻ എന്തോ പറ്റിയതാ? ഞാൻ ഇന്നലെ ആ സംഭവം അറിഞ്ഞു. അന്നാലും കഷ്ടമായി പോയി കേട്ടോ. അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലയോ? ഇവിടെ അമ്മാവന്റെ വീട് നീ കണ്ടിട്ടില്ല. അതിന്റെ ചുറ്റിയിലൊക്കെ ഇങ്ങനെ ചതുരത്തി കോളുകളല്ലായിരുന്നു. അമ്മാവന്റെ മോന്റെ കല്യാണമൊക്കെ അടുത്ത് വരുമായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരനെ കുറച്ച് എല്ലാം ഒന്നും കോളൊക്കെ ഒന്ന് അടച്ച് വാളൊക്കെ ഒന്ന് തേച്ച് മിനിക്കുന്ന പെയിന്റൊക്കെ അടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ പുള്ളി ഈ കുറച്ച് ബംഗാളികളെ പണിക്ക് വിളിച്ചു. അപ്പം അമ്മാവന് ഹിന്ദി ഒന്നും അറിയത്തില്ല. അമ്മാവനപ്പം എന്താ പറഞ്ഞെന്നറിയാമോ? എടാ ബൈ, ഈ പൂരാ ഹോൾ ബന്ധു കറോ അങ്ങനെ എന്തോരൊക്കെ ഹിന്ദിയിലൊക്കെ അങ്ങ് പറഞ്ഞു വെച്ചു. ഇവന്മാർ മൊത്തം ഹോളും അടച്ചു കേട്ടോ. എല്ലാ ഹോളും അടച്ചു. കൂട്ടത്തിൽ ആ ജനലും വാതിലും കൂടെ കെട്ടി അടച്ചു കളഞ്ഞു. അമ്മാവൻ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. അമ്മാവന്റെ കാര്യം കഥം പോവാ. അമ്മാവിയുടെ കാര്യം കഷ്ടമായല്ലോ. ഇത്ര ചെറുപ്രായത്തിൽ അല്ല, അവൾ ഇനി എങ്ങനെ ജീവിക്കും? അമ്മാവി എങ്ങനെ ജീവിക്കുമെന്ന് അമ്മാവി നോക്കിയപ്പോഴേ ഒന്നും നടക്കത്തില്ല. അതിന്റെ വീടിന്റെ മുകളിൽ ഒരു കൂമ്പാരം പോലെ അടിച്ചു കെട്ടിയിട്ട് കേരളത്തിലെ ആദ്യത്തെ പിരമിഡാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാസ് കാണിക്കും. അതെങ്ങനെ ശരിയാകും? അതെന്തേലും ആകട്ടെ. എന്തായാലും അമ്മാവൻ ചത്താലും എന്റെ അമ്മാവിക്കൊരു സ്ഥിരം വരുമാനമായല്ലേ. രാവിലെ കപ്പയും മന്തിയും കഴിച്ചതാ. വയറൊന്നും പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഓഹോ, അപ്പൊ കപ്പയും മന്തി നമ്മക്കില്ലേ? നിനക്ക് ഇപ്പൊ കപ്പയും മന്തിയും കഴിക്കണം, അത്രയല്ലോ കാര്യമുള്ളൂ. എന്നാലേ നീ എന്റെ കൂടെ വാ. ഇപ്പൊ തന്നെ പോയി കഴിച്ചേ. എന്താ നമ്മളെന്തിനാ ഇവിടെ വന്നത്? കപ്പ മാന്തി തിന്നാൻ പിന്നെ കപ്പ ചോട്ടിലല്ലേ വരേണ്ടത്, അല്ലാതെ തെങ്ങിൻ ചോട്ടി പോയി മാന്തിയ കപ്പ കിട്ടുമോ? അപ്പൊ കപ്പയും മന്തി? ഇവിടെ കപ്പയും മന്തിയും കഴിക്കുന്ന കാര്യമല്ല നിന്നോട് ഞാൻ പറഞ്ഞത്. കപ്പയുടെ ചുവട് മാന്തിയിട്ട് കപ്പ മാന്തി തിന്നാൻ. എങ്ങനെ ഇരിക്കണം? അല്ല, എന്താ പരിപാടിയാ? ഓ, ഞാനേ തേങ്ങ വല്ലതും കിടപ്പുണ്ടോ നോക്കുമായിരുന്നടാ. ഇട മണ്ട, ഇത് ഓമയാടാ. ഓമയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ തേങ്ങ ഉണ്ടാകുന്നു. ഓ, അപ്പൊ അങ്ങനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഒന്നിനെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല. അതും ശരിയാ. ഇപ്പൊ യുഗമല്ലേ, പലതും നടക്കും. അല്ലടാ, നിന്റെ അമ്മാവൻ എന്തോ പറ്റിയതാ? ഞാൻ ഇന്നലെ ആ സംഭവം അറിഞ്ഞു. അന്നാലും കഷ്ടമായി പോയി കേട്ടോ. അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലയോ? ഇവിടെ അമ്മാവന്റെ വീട് നീ കണ്ടിട്ടില്ല. അതിന്റെ ചുറ്റിയിലൊക്കെ ഇങ്ങനെ ചതുരത്തി